ശരിയാക്കി മടക്കി വയ്ക്കാമെന്ന് ആലോചിച്ച് അതൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് പഴയ ചുരിദാറുകൾ ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. അത് ഞാൻ ആർക്കെങ്കിലും ഉപയോഗമുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്ന് എഴുതിയിട്ട്, അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കുട്ടികളുണ്ട്, അതായത് ബംഗാളീസാണ്, അവരൊരുപാട് ടീമുണ്ട്. അപ്പോൾ അവരിൽ ഏതാണ്ട് എൻ്റെ ഒരു ഹൈറ്റിലുള്ള കുറച്ച് കുട്ടികളുണ്ട്, 1-2 കുട്ടികളുണ്ട്. പിന്നെ അത് അവർക്കല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ അവരോട് ചോദിച്ചിരുന്നു ഇങ്ങനെ കൊണ്ടുവന്ന് നേരത്തെ പിന്നെ വാങ്ങിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ എഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റായിട്ട് ഞാൻ ഈ ചുരിദാറാണ് കൊടുക്കാൻ പോകുന്നത്. ഉണ്ടോ, ഇത് കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ചുരിദാർ ഇത് പിന്നെ എന്താ പറയുക, എന്താണ് മോനത്തന്നെ പ്രസവം കഴിഞ്ഞ് പോലെ, അപ്പോൾ അങ്ങനെ അവർ വാങ്ങിച്ചെന്ന ചുരിദാറായിരുന്നു. അപ്പോൾ ഇത് പിന്നെ എന്താണ്, ഇതിൻ്റെ ഷോള് കുറച്ച് ചെറുതായിരുന്നു. അങ്ങനെ ഞാൻ ഷോള് പുതിയത് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മടക്കി വെച്ച് പിന്നെ അന്വേഷിച്ചപ്പോൾ ഷോള് കിട്ടിയില്ല. പിന്നെ ഇതിന് പറ്റിയൊരു ഷോൾ ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ കിടന്ന് മാറ്റി വയ്ക്കപ്പെട്ട ചുരിദാറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നത്. ഒരു കുഴപ്പമില്ല, ഒന്നും കുഴപ്പം, നല്ല ക്ലോത്താണ്, നല്ല സ്റ്റോണാണ്, നല്ല സ്റ്റോൺ വർക്കാണ്. ഇതൊക്കെ ത്രെഡ് വർക്കാണ്, ഇതൊക്കെ ത്രെഡ് വർക്കാണ്. നല്ല ചുരിദാറാണ്. ഇത് ഞാൻ ആൾക്കാർ കൊടുക്കാൻ പോകും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരുന്നു. അടുത്തതായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന ചുരിദാർ ഇതാണ്. നല്ല ഗ്രീൻ കളർ, നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല എന്താണ് റെഡ് വർക്ക്. അത് തന്നെ നിറയെ സ്റ്റോൺ, നല്ല സ്റ്റോൺ വർക്കല്ല, നല്ല സിമ്പിൾ വർക്ക്, നല്ലൊരു ചുരിദാറാണ്. ഇത് ഞങ്ങൾ ഇതുപോലെ സ്കൂളിൽ ടൂർ പോയിട്ട് ടൂർ പോകുന്ന തലേ ദിവസം ഗ്രീൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഗ്രീൻ ഇടാമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രീൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒക്കെ അന്വേഷിച്ചു, ഇത് കിട്ടിയില്ല. അപ്പോൾ ഗ്രീൻ ഇതൊക്കെ അന്വേഷിച്ചു, ഗ്രീൻ കിട്ടിയില്ല. അങ്ങനെ രാത്രി ചെമ്മാട് പോയി വാങ്ങിച്ച ചുരിദാറാണ്. പിന്നെ ഒന്നും ചെയ്യേണ്ടില്ല, നല്ല എന്തായാലും ഷേപ്പൊക്കെ എനിക്കൊന്നും ചെയ്യണം, അതൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ ഇടായത് ഷേപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇത് പിന്നെ മാറ്റി വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ കോട്ടൺ സിൽക്കല്ലേ, അപ്പോൾ പിന്നെ ഇതിനുള്ളിൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ ലൈനിങ് കുറച്ച് ചൂടെടുക്കും, ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂട്, എന്തായാലും നല്ല മഴയത്തൊന്നുമല്ല, എന്നാൽ ചൂടുകാലത്ത് നല്ല ഒരു ചൂടെടുക്കുന്ന പോലെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച ചുരിദാറാണ്. ഇത് നല്ല ചുരിദാർ, അത് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകും. പിന്നെ അടുത്ത ചുരിദാർ, ഇത് ഓരോ ചുരിദാറിന് പിന്നിലും ഓരോ കഥകളുണ്ട്, ഒരുപാട് കഥകളാണ് ഓരോ ചുരിദാറിന് പറയാനുള്ളത്. ഇതെന്ന് വെച്ചാൽ ഞാൻ കോട്ടയ്ക്കൽ സീനത്ത് പോയി വാങ്ങിച്ച ചുരിദാറാണ്. ചുരിദാറല്ല വാങ്ങിച്ചത്, ഇതൊരു എന്തായിരുന്നു, അന്ന് സ്കൂൾ സാരിയാണ്. അപ്പോൾ പിന്നെ ഇത് എന്താണ് കളർ സാരിയും പ്രിൻറ്റഡ് ബ്ലൗസ്, അങ്ങനത്തെ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി കൊണ്ടുവന്നപ്പം സാരിയും ഇതിൻ്റെ ബ്ലൗസ് പീസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ തയ്ച്ചു വന്നപ്പോൾ ആ ബ്ലൗസ് എനിക്ക് എത്താത്ത അവസ്ഥയാണ്. എന്തോ ഒരു ബ്ലൗസ് കേടായി, തയ്ച്ച ബ്ലൗസാണ് കേടായി, പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ. അങ്ങനെ സാരി അങ്ങനെ കിടന്നപ്പം ഞാൻ എൻ്റെ ചുരിദാർ തയ്ക്കാനായിരുന്നു. അങ്ങനെ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്താണ്. അങ്ങനെ ചുരിദാർ തയ്ച്ചതേപോലെ ഞാൻ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഞാനൊരു പ്രത്യേക ഇതൊക്കെ ഡിസൈനൊക്കെ കാണിച്ചെടുത്തേ തയ്പ്പിച്ച്. പക്ഷെ അവർ തയ്ച്ച് വന്നപ്പം ആ ഒരു തയ്യലായില്ല. അപ്പം എനിക്ക് ഇതുപോലെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കില്ല. അങ്ങനെ മാറ്റി വെച്ച ചുരിദാറാണ് ഇത്. ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല, അതായത് വെള്ളം കണ്ടിട്ടില്ല എന്നർത്ഥം. അത് നനച്ചിട്ടില്ല, അത് നനയ്ക്കാതെ എപ്പോഴും. അങ്ങനെ ഇതിൻ്റെ ലൈനിങ്ങിനുള്ളിൽ ഈ പൊട്ടി കാരണമാണ് ഇവിടെ ഈ അടയാളം കാണുന്നത്, ഈ വെള്ള അടയാളം കാണുന്നത് ലൈനിങ്ങിൻ്റെ ഈ പൊട്ടിയാണ്. അപ്പോൾ തീരെ ഉപയോഗിക്കാത്ത ചുരിദാറാണ്. അവിടെ ഇത് ഉപയോഗിച്ചാൽ അവളത് ഉപയോഗിക്കട്ടെ, അത് നല്ല വെളുത്ത വൃത്തിയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അവളല്ലെങ്കിൽ അവളുടെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉപയോഗിക്കട്ടെ, അപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ഇത് അവൾക്ക് കൊടുക്കാം. ഈ ചുരിദാറിന് പിന്നിലും മറ്റൊരു കഥയുണ്ട്. ഇതെൻ്റെ ബാബുവിൻ്റെ കല്യാണത്തിന് പിന്നെ ഞങ്ങൾക്ക് പെങ്ങന്മാർ കൊടുക്കില്ല ഡ്രസ്സ് എടുക്കൂല, ആ കൂട്ടത്തിലെടുത്ത ഒരു സാരി ആയിരുന്നത്. പിന്നെ ഇത് നല്ല ബ്ലാക്കിൽ നല്ല വർക്കുള്ള സാരിയായിരുന്നു. വർക്ക് വെച്ചാൽ നല്ല വെയിറ്റ്, നല്ല റൈറ്റും ഉണ്ട് ഈ സാരിക്ക്. അന്ന് 2000 സംതിങ് ഉണ്ട് സാരിക്ക്. അപ്പം നല്ല വർക്കാണ്. അപ്പോൾ ഈ വർക്ക് കാരണം എന്താ ചെയ്യാം, പിന്നെ ഒരുപാട് ഫംഗ്ഷൻ ഉപയോഗിച്ചു. അതിന് ശേഷം പിന്നെ ഈ മഴയത്തൊക്കെ, പൊതുവെ മഴയത്തൊക്കെയാണ് കാലിലിങ്ങനെ ഈ വർക്ക് ഇങ്ങനെ കാലിൽ തട്ടിയിട്ട് ഉരസുമ്പോൾ നമുക്ക് കാലൊക്കെ മുറിയാവും. അതിന് പിന്നെ ഇത് ഉപയോഗിക്കാൻ മടിയല്ല, അങ്ങനെ മാറ്റി വയ്ക്കപ്പോഴും ഞാനിതിങ്ങനെ അങ്ങനെ അപ്പോൾ മാറ്റി വെച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ചുരിദാറാക്കാം. എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാറ്റി വയ്ക്കാൻ തോന്നുന്നില്ല, ഒഴിവാക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ചുരിദാർ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഇതിനില്ല. നല്ല പ്ലെയിൻ ചുരിദാറാണ്.
അത് ഒന്നും ചെയ്യേണ്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. തയ്ച്ച തയ്ച്ചതായത് കൊണ്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല. അത് ഷേപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഇടാം. മറ്റൊക്കെ പിന്നെ റെഡിമെയ്ഡ് ആകുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇതിലൊന്നും ചെയ്യേണ്ടിയില്ല. അതുപോലെ ഇതൊന്നും അവർക്കൊരു ഫ്രോക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത് 4 ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയ കുട്ടിക്കാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്തത് ഞാൻ അവളൊരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ കൂടെ പിന്നീട് വന്നതാണ്. അവളായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നുമില്ല. പിന്നെ ഇവളെൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും വരും, മറ്റുള്ള ഇവള് എപ്പോഴും വരും. അപ്പോൾ അവളെ കൂടെ വരുന്നൊരു പിന്നെ അവളെ ഫ്രണ്ടായിട്ട് അവളെ കൂടെ എന്നെ കാണാൻ വരുന്ന ഒരാളാണ്. അവൾക്കായിട്ട് ഇപ്പോൾ കൊടുക്കുമ്പോൾ അവൾക്കൊരു വിഷമം തോന്നില്ലേ, പിന്നെ അവൾക്ക് മാത്രം കൊടുത്തതെന്ന്. അപ്പോൾ ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് നിൽക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് 4 കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഇഷ്ടംപോലെ ചുരിദാർ ഇനിയുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ കൊണ്ടുകൊടുക്കും, പിന്നെ അവരോട് ചോദിച്ചിട്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് 11 ആണ്. കണ്ടോ, മെറൂൺ നല്ല ഭംഗിയില്ല ഇത് കാണാൻ, എനിക്ക് ഇഷ്ടമുണ്ട്. പിന്നെ ഈ ഒരു കോഫി ബ്രൗൺ കളറിൽ പാൻറ്റും പലാസ പാൻറ്റും, പിന്നെ നല്ല ഷോൾ, നല്ല അതായത് കോട്ടൺ സിൽക്കിലുള്ള നല്ല ഷോൾ, നല്ല ലെങ്ത്തൊക്കെയുള്ള ഷോളാണ്. ഇത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുക, ഡെയിലി യൂസിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് വലിയ ഡാമേജ് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നല്ലതാണ്, നല്ല ചുരിദാറാണ് ഇത്. അവർ നല്ല കളറുള്ള കുട്ടികളാണ്. അപ്പോൾ അവരിട്ട് കഴിഞ്ഞാൽ, നമ്മളിന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നും. അപ്പോൾ അവരിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ അവർക്ക് കൊടുക്കാൻ. അടുത്ത ചുരിദാറാണ് ഉണ്ടോ, അടുത്ത ചുരിദാറാണ് ഇത്. ഇവിടുത്തെ പിന്നെ ഏട്ടൻ്റെ മോളെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ചുരിദാറാണ് ഇത്. വൈറ്റിൽ ഈ ഒരു ഇത് നല്ലൊരു എന്താണ് പറയുക, നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഇത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും എവിടുന്നാണ് വാങ്ങിച്ചത്, എത്ര ആയി എന്നൊക്കെ ചോദിക്കുന്ന ചുരിദാറാണ് ഇത്. ഇതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല ഉണ്ടോ, ഒരു കുഴപ്പമില്ല. ഇത് പിന്നെ ടോപ്പ് സെപ്പറേറ്റ്, അങ്ങനെ ടോപ്പ് വരെ ഷോൾ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച ചുരിദാറാണ് ഇത്. ഞാൻ അവർക്ക് കൊടുക്കാം. ഉണ്ടോ, ഈ ചുരിദാറുണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത്. ഈ ചുരിദാർ പിന്നെ ഞാൻ ക്ലോത്ത് എടുത്ത് തയ്പ്പിച്ചില്ല. ആ ഒരു ട്രെൻഡ്, ഇപ്പോൾ ഒരു ക്ലോത്ത് എടുത്ത് തയ്ക്കുന്ന ഒരു ട്രെൻഡിൻ്റെ ഇതിലാണ്. അപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ച ചുരിദാറാണ്. വൈറ്റിൽ പിന്നെ വൈറ്റിൽ പ്രിൻറ്റ് വരുന്ന ചുരിദാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് എന്താണ് കാണാൻ, അതായത് ആ ഒരു കോംബോ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് തയ്ച്ച ചുരിദാറാണ് ഇത്. നല്ല ഷേപ്പാണ്, ഇട്ട് കഴിഞ്ഞാൽ ഷേപ്പ്. തയ്പ്പിച്ച ചുരിദാറിന് നല്ല ഷേപ്പിന് തവക്ക് കൊടുക്കാം. ഇതുണ്ടോ, ഈ ചുരിദാറിൻ്റെ ബാക്കിലും വലിയൊരു കഥ ഉണ്ട് പറയുന്നത്. ഓരോ ചുരിദാറിനും ഓരോ കഥകളുണ്ട്. ഇത് ഇൻസ്റ്റയിൽ ഒരു റിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് മഞ്ചേരി ഇവിടെ ഒന്നല്ല കിടക്കണം, മഞ്ചേരി റിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കടയൊന്നും അറിയില്ല. എന്നിട്ട് ഞാനും ജിനിയും കൂടെ, പിന്നെ ഞാൻ ജിനിക്ക് വിളിച്ചറിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ അന്നേരം അങ്ങനെ ഒരു ഭ്രാന്തായിരുന്നു. പിന്നെ ഞാനും ജിനിയും കൂടെ പിന്നെ കട തിരഞ്ഞു പിടിച്ച് പോയി വാങ്ങിച്ച്. ഇന്നടനുണ്ട് തോന്നുന്നു, ഞങ്ങൾ 3 കൂടെ പോയതെന്നാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പോയി തിരഞ്ഞു പിടിച്ച് വാങ്ങിച്ച ചുരിദാറാണ്. ഇതിൻ്റെ കൂടെ 3 ചുരിദാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ മെറൂണ്, യെല്ലോ, യെല്ലോയും പിങ്കും അതിൽ ഇതും എന്താ വെച്ചാൽ എല്ലായിടത്തും നമ്മളെ പറ്റിക്കുന്ന ആരാണ്, തയ്യൽക്കാരനാണ്. ഇവിടെ ഒരു താത്തയായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ താത്തേൻ്റെ അടുത്ത് കൊടുക്കുന്നത് നമുക്ക് എന്താ പറയുക, എപ്പം ചെന്നാലും ഏത് രാത്രി ചെന്നാലും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തയ്ച്ച് തരുന്ന താത്തയാണ്. അപ്പോൾ നമ്മൾ പുറമെ ഒന്നും കൊടുക്കില്ല. പിന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കാനുള്ള ഒറ്റ താത്തേൻ്റെ അടുത്ത് കൊടുക്കും, അതങ്ങ് കൊളാവും ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇത് 3 കൂടെ ഷേപ്പ് ചെയ്തതിലും ആകെ യെല്ലോ മാത്രമാണ് നന്നായത്. ബാക്കിയൊക്കെ എന്തൊക്കെയോ ഓരോന്നിനും ഓരോ കംപ്ലയിൻറ്റ്. അങ്ങനെ ഇത് അവിടെ കിടന്ന്, പിന്നെ പിങ്കും അവിടെ കിടന്ന്, യെല്ലോ മാക്സിമം ഉപയോഗിച്ചു. ഇത് ഞാൻ തൊട്ടിട്ടില്ല, നനച്ചിട്ടില്ല, ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരിക്കൽ പോലും. ശരിയാണെന്നുള്ള രീതിയിൽ ഇട്ട് നോക്കിയിട്ട് പോലും അങ്ങനത്തെ ചുരിദാറാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ജിനിക്ക് വാങ്ങിയത്, ജിനി വാങ്ങിയിട്ടുണ്ട് 3 ചുരിദാറും, പിന്നെ ചുരിദാറും, പിന്നെ അതുപോലെ മറ്റേ പിന്നെ എന്താ പറയുക പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വാങ്ങിയ ചുരിദാർ ഇതിൻ്റെ പീക്കോക്ക്, പിന്നെ ഒന്ന് യെല്ലോ മല്ലീൻ്റെ ഒരു യെല്ലോ കളറില്ലേ ആ യെല്ലോ, പിന്നെ അവൾ വാങ്ങിച്ചത് ഏതാണ് പിങ്ക്, ഒരു പിങ്ക്, അങ്ങനെ 3 കളറുകൾ വാങ്ങിച്ച്. അത് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അവൾ 3 നന്നായിട്ട് ഉപയോഗിച്ച്. പിന്നെ ആദ്യമൊക്കെ പിന്നെ എല്ലാ ഡെയിലി യൂസിന് ഉപയോഗിച്ച്, പിന്നെ വീട്ടിൽ നിന്നായിട്ട് നല്ല മാക്സിമം ഉപയോഗപ്പെടുത്തി അവൾ. എൻ്റെ ആ 1 മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി 2 തൊട്ട് വെക്കാതെ കിടക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ചുരിദാർ കളക്ഷൻസിൻ്റെ കഥകൾ, എനിക്ക് പറയാനുള്ള കഥകൾ. ഇനിയുണ്ട് ഒരുപാട് ചുരിദാറുകൾ. പിന്നെ അതായത് ഞാൻ ഉപയോഗിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്ന ചുരിദാറുണ്ട്, അങ്ങനെ മടക്കി വെച്ച ചുരിദാറുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ അവർക്ക് വേണമെന്ന് ചോദിച്ചിട്ട് ഇനി ആവശ്യപ്പെടുകയാണെങ്കിൽ കൊണ്ടുകൊടുക്കും.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.